ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ബലഹീനത ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അനേക തടസ്സങ്ങളുടെ നടുവിലും അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം തന്ന വലിയ സാവകാശത്തിനായിട്ട് നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയോടുകൂടി ഇതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ സാങ്കേതികമായ ക്രമീകരണങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം കൂട്ടായിരുന്നു കാവൽ ചെയ്ത് കൊള്ളണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ കർത്താവ് ശുശ്രൂഷ വീക്ഷിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവെ അവിടുത്തെ നാം ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും അവിടുത്തെ വചനം അനേകരിലേക്ക് പകരുവാനും തക്കവണ്ണം എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലേക്കൊണ്ട് ഈ ശുശ്രൂഷ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാണ്. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന നമ്മുടെ മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മത്സരത്തിൽ പങ്കാളികളാകുവാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ സ്റ്റേജുകളേക്കാൾ ചില്ലറ വ്യത്യാസങ്ങൾ മാത്രമേ ഈ സ്റ്റേജിലുള്ളൂ. ഇത് മൂന്നാമത്തെ സ്റ്റേജാണ്. അപ്പോൾ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻസിൻ്റെ മൂല്യനിർണ്ണയമൊക്കെയും പഴയതുപോലെ തന്നെ. ആദ്യമായിട്ട് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണുള്ളത്. അതിൽ പതിവ് പോലെ ആളാം പ്രതി ഓരോ ചോദ്യം, ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, തെറ്റായ ഉത്തരത്തിന് -1 മാർക്ക്, ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിൽ മാർക്കൊന്നുമില്ല. റൈറ്റ്? അത് പാസ്റ്റർ ബിനു അലക്സിൽ നിന്ന് ആരംഭിക്കും. ഓൾ റൈറ്റ്. രണ്ടാമത്തേത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ആളാം പ്രതി ഓരോ ചോദ്യം, അത് മിസ്സസ് എലിസബത്ത് തമ്പാനിൽ നിന്ന് ആരംഭിക്കും. 5 മാർക്ക് ശരി ഉത്തരത്തിന്, അല്ലെങ്കിൽ -1 മാർക്ക്. ഓക്കെ. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. അത് ആൻസിയിൽ നിന്ന് ആരംഭിക്കും. ഓൾ റൈറ്റ്. അത് 3 ചോദ്യമാണ്. ആളാം പ്രതി ഓരോ ചോദ്യം. ഓൾ റൈറ്റ്. ബൈബിൾ ബമ്പർ റൗണ്ടിന് അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ മാതൃകയെല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ മാർക്സ് നേരത്തെയുള്ള സ്റ്റേജുകളിൽ നാം ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ്. 2 ക്വസ്റ്റ്യൻസ്. ബസർ റൗണ്ടാണ്. ഓൾ റൈറ്റ്. പാടെ മാറ്റിയിരിക്കുന്ന ഒരു റൗണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെസ്റ്റ് മണി റൗണ്ടാണ്. ആദ്യമേ നമുക്ക് റാപ്പിഡ് റീഡിംഗ് റൗണ്ട് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ അത് ടെസ്റ്റ് മണി റൗണ്ടായിട്ട് മാറ്റി. ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ പ്രൈസ് റൗണ്ടാണ്. ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പാട്ടിൻ്റെ മേന്മയോ അതിൻ്റെ മാധുര്യത്തെക്കാൾ ഉപരി ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് അതൊരു അവസരമാണ്. കാരണം നാം ഇപ്പോൾ ഇവിടെ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളുള്ള അനേകായിരങ്ങളാണ് ഇത് വീക്ഷിക്കുന്നത്. അവരുടെ മുൻപിൽ നാം ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുകയും ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ എളിയ പരിശ്രമം മുഖാന്തരമാക്കുകയും ചെയ്യണം. ഈ റൗണ്ട് പ്രൈസ് റൗണ്ടാണ്. മാത്രമല്ല ഇതിന് പ്രൈസ് റൗണ്ടാണ്. ഇതൊക്കെ കാര്യം ശരിയാണെങ്കിലും ഒരു മത്സരത്തിൻ്റെ നിബന്ധന എന്നുള്ള നിലയിൽ 5 മാർക്ക് പാട്ടുകൾക്ക് തരുവാൻ ഞാൻ നിർബന്ധിതനാണ്. പക്ഷേ അതിനകത്ത് വലിയ വ്യത്യാസം വന്നിട്ട് ഉള്ള കാര്യമല്ല. ഇറ്റ് വിൽ ബി മാനേജബിൾ. ഓരോ പാട്ടിനും 5 മിനിറ്റ് വീതം എടുക്കാം. ഇനി അഥവാ കുറച്ചുകൂടെ പാടുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. ദൈവത്തെ എത്ര സ്തുതിച്ചാലും വിലയിന്ന എനിക്ക് മതി വരികയില്ല. അതുകൊണ്ട് അങ്ങനെ പാടുന്നുള്ളവർക്ക് 1 മിനിറ്റോട് ഞാൻ കൂടുതൽ തരാം. 3 മിനിറ്റിൽ താഴെ ആരും പാടുന്നു. മാക്സിമം 5 to 6 minutes. ഓൾ റൈറ്റ്. അത് പ്രൈസ് റൗണ്ടാണ്. അപ്പോൾ ഈ 5 റൗണ്ടിലും എനിക്കൊരു വിജയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അവസാനം ബൈബിൾ ബോംബ് പ്രയോഗിക്കും. അങ്ങനെ ബൈബിൾ ബോംബിലൂടെ ഇതിൻ്റെ വിജയെ കണ്ടെത്തിയാൽ മതിയാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും മാർക്ക് മാക്സിമം വാങ്ങി ഒന്നാമതാകുവാൻ പരിശ്രമിക്കണം എന്നുള്ളൊരു സൂചനയും അതിൻ്റെ പിന്നിലുണ്ട്.
ഓൾറൈറ്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാം. പ്രൈസ് റൗണ്ടിൽ 3 മിനിറ്റ് മിനിമം എടുക്കണമെന്ന് പറഞ്ഞു. യെസ്, അപ്പം ഒരു മലയാളവും ഇംഗ്ലീഷും കൂടെ പാടാം. അതെല്ലാം പാസ്റ്ററിന് ഇഷ്ടം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കർത്താവിന് ഒരു ഭാഷയേ ഉള്ളൂ. ബാബേൽ വരെ ഒരു ഭാഷയുള്ളത്. ബാബേലിലാണ് ഭാഷ കർത്താവ് കലക്കി കളഞ്ഞത്. അപ്പോൾ കർത്താവിന് എല്ലാ ഭാഷയും അറിയാം. 2 വർഷിപ്പായിട്ട് നോ പ്രോബ്ലം. താങ്ക് യു. യു ക്യാൻ ഹാവ് എനി. ഞാൻ പറയാൻ പറഞ്ഞു, ഏത് ഭാഷയിലായാലും ഇറ്റ് ഇസ് സർപ്രൈസിങ് ഗോഡ്. സോ നോ പ്രോബ്ലം അബൌട്ട് ദാറ്റ്. ആൻസിക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല. എലിസബത്ത് സംശയമൊന്നുമില്ല. എന്നൊരു പുതിയ സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. പുതിയ എപ്പിസോഡാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താം. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ബിനു അലക്സ് എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ലയാണ്. ഞാൻ ജീസസ് ക്രൈസ്റ്റ് കോൺഗ്രിഗേഷൻ എന്നൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഈ ബൈബിൾ ക്വിസ് റൗണ്ടിൻ്റെ 3-ാം സ്റ്റേജിലേക്ക് എനിക്ക് കിടക്കുവാനിടയായി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ്, ദൈവത്തിൻ്റെ വചനം ലോകത്തിനെമ്പാടും എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഈ എളിയ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. താങ്ക് യു. എൻ്റെ പേര് ആൻസി. ഞാൻ CSI സഭാംഗമാണ്. CSI വ്രാലിയാണ് എൻ്റെ സഭ. ഞാനും ഹസ്ബൻഡും ചേട്ടനുമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ ഇതുപോലെ ബൈബിൾ ക്വിസ് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വചനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു വലിയ ഭാഗമാൻ കഴിഞ്ഞതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് എലിസബത്ത് തമ്പാൻ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ചാലയും മർത്തോമ ഇടവക വഴുതക്കാടിൻ്റെ ഇടവകയിലെ മെമ്പറാണ്. ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണ്. ഇവിടെ ഇങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ സ്കോർ കീപ്പേഴ്സിനെ പരിചയപ്പെടാം. മിസസ് രാജി വർഗീസ് എൻ്റെ പ്രിയപത്നിയും കൂട്ടുവേലക്കാരിയുമാണ്. ഈ എപ്പിസോഡിലേക്ക് രാജിയെ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് ബിൻസി മത്തായാണ്. ചെറുപ്പം മുതൽ ഈ ശുശ്രൂഷ വളർന്ന സഹോദരിയാണ്. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ബിൻസിയെയും ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എല്ലാ പ്രേക്ഷകരെയും കർത്തനാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും യേശുവിൻ്റെ അനുഭവത്തിലേക്ക് അനേകരെ നയിക്കുവാനും ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും തക്കതിനൊന്നും ഇന്നത്തെ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. So the first round is the Old Testament round, and Pastor Binu Alex will start the show. Right? Are you ready? Yes, I am ready. You are ready, right? Right, the first question goes to Binu Alex. സാറാഫുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? ഏത് പുസ്തകത്തിൽ? അവർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഏശയ്യാവിൻ്റെ പുസ്തകത്തിൽ. യെസ്, യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ്. ആദ്യത്തെ ചോദ്യം അതായിരുന്നു, ആദ്യ ഭാഗം അതായിരുന്നു. അവർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നവർ? എവിടെയാണ്? അവർ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിച്ചു. യെസ്. അവർ വേറെ വല്ലതും കൂടെ പറഞ്ഞിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. ഓക്കെ, പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പാസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ് അവരെ കാണുന്നത്. അവർ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് കേട്ടായിരുന്നു? അത് മിസ്സായിപ്പോയി. അതിന് മറുപടി പറയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം അവരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിൽ പാസ്റ്റർ പറഞ്ഞത് യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നു അത് പോരാ. അപ്പോൾ അവിടെ വെച്ച് പാസ് ചെയ്യുകയാണ്.
ഈ മറുപടികൾക്ക് 5 മാർക്കിൽ പാസ്റ്റർക്ക് 2 മാർക്ക് നൽകിയാണ്, 3 മാർക്ക് നൽകിയാണ്. ബാക്കി ക്ലൂ എല്ലാം കൊടുത്തു കഴിഞ്ഞു. എലിസബത്ത് അമ്മാനൊക്കെ ഇങ്ങനെ പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. റൈറ്റ്, സാരമില്ല. ആൻസി, മറുപടി ഉണ്ടോ? യശയാവ് കണ്ട ദർശനത്തിലാണ് ഈ സംഭവം. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് ദർശനം. റൈറ്റ്. അപ്പോഴാണ് സാറാഫോൾ ഇങ്ങനെ ആർക്കുന്നത്, യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതാണ് എൻ്റെ പ്രശ്നം. സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സാറാഫുകൾ യഹോവയുടെ ചുറ്റും നിന്നാണെന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റൈറ്റ്? സമ്മതിക്കുന്നു? അതെ, സമ്മതിക്കുന്നു. സമ്മതിച്ച സ്ഥിതിക്ക് ആൻസിക്ക് 1 മാർക്ക് കൂടെ കൊടുക്കും. ബാക്കി എല്ലാ ക്ലൂവും കിട്ടിക്കഴിഞ്ഞു. അങ്ങോട്ട് വന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സമയത്ത് പറയാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. റൈറ്റ്, ദാറ്റ്സ് ഫൈൻ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ പാസ്റ്റർ ബിനു അലക്സ് ഗെറ്റ്സ് 3 മാർക്സ് ആൻഡ് ആൻസി ഗെറ്റ്സ് 1 മാർക്ക്. കാരണം ഒരു ഭാഗം വിട്ടുപോയി, സർവ്വഭൂമിയുടെ മഹത്വം കൊണ്ട്. അത് റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം ആൻസിയോടാണ്. തൻ്റെ ജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്ന പ്രവചനം ഏതാണ്? ദൈവം ആവർത്തിച്ച് തൻ്റെ ജനത്തോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. എത്ര പ്രാവശ്യം? ആരിലൂടെയാണ്? യോവേൽ പ്രവാചകനിലൂടെ. യോവേൽ പ്രവാചകനിലൂടെയാണ്. 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഗോസ് ടു ആൻസി SP. റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം എലിസബത്ത് അമ്മാനാണ്. വളരെ എളുപ്പമായ ഒരു ചോദ്യമാണ്. അത്യുന്നതനായ ദൈവം ഏത് ദിക്കിൽ, ഏത് സ്ഥലത്താണ് തോട്ടം ഉണ്ടാക്കിയത്? ഏദനിൽ കിഴക്ക് ഭാഗത്തായിട്ട്. കിഴക്കാട്, അവിടെയാണ് ഏദൻ എന്ന് പറയുന്നിടത്ത് തോട്ടം ഉണ്ടാക്കിയത്. റൈറ്റ്. 5 മാർക്സ് ഫോർ എലിസബത്ത് അമ്മാൻ. റൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the first round, that is Old Testament round. Old Testament round ഇവിടെ പൂർണ്ണമാകുന്നു. Will you please announce the marks? Pastor Binu Alex 3 marks. Pastor Binu Alex gets 3 marks. Mrs. Ansi 6. Mrs. Ansi gets 6 marks. And Mrs. Elizabeth Amban 5. And Mrs. Elizabeth Amban 5 marks. All right. അടുത്ത ചോദ്യം Mrs. Elizabeth അമ്പാനോടാണ്. വിശുദ്ധ ബൈബിളിൽ സത്യം എന്നാൽ എന്ത് എന്ന് ആരോട് ചോദിച്ചു? പീലാത്തോസ് യേശുവിനോട്. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു. വളരെ ശരിയായ മറുപടിയാണ്. 5 മാർക്സ് ഫോർ എലിസബത്ത് അമ്പാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു ആൻസി. യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്. ആരോട് പറഞ്ഞു? അന്ത്രയോസിനോടാണ് പറഞ്ഞത്. അന്ത്രയോസിനോടല്ല പറഞ്ഞത്. യവനന്മാരാണ് പറഞ്ഞത്. യവനന്മാരാണ് പറഞ്ഞത്. ഉത്തരം വളരെ ശരിയാണ്. ആരോടാ പറഞ്ഞത്? ഫിലിപ്പോസിനോട്. സോ Pastor gets 4 marks minus 1 mark for Ansi, right? And Pastor Binu gets 4 marks. വളരെ സില്ലിയായിട്ടൊരു ചോദ്യമാണ്. യൂദായ്ക്ക് പകരം അപ്പോസ്തലനെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ചീട്ടിട്ടാണ് തിരഞ്ഞെടുത്തത്. വളരെ ശരിയായ കാര്യമാണ്. ചീട്ടിട്ടാണ് തിരഞ്ഞെടുത്തത്. 5 മാർക്സ് ഫോർ പാസ്റ്റർ ബിനു അലക്സ്. ചിലരൊക്കെ ചോദിച്ചാൽ പറയും പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തതെന്നൊക്കെ ഉള്ള മറുപടി ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻ എനിക്ക് കിട്ടാറുണ്ട് മറുപടികൾ. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the New Testament round. New Testament round ഇവിടെ പൂർണ്ണമാകുന്നു. Yes, Mrs. Binsi, will you give the marks? Pastor Binu Alex gets 9 marks. Very good. Mrs. Ansi gets -1. Yeah, Miss Ansi gets -1. And Mrs. Elizabeth Tamban gets 5 marks. And Miss Elizabeth Tamban 5 marks. All right? Right. Now here we go to the Christian focus round.
ആദ്യത്തെ ചോദ്യം ആൻസി എസ് പിയോടാണ്. വലിയ പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കുവാൻ യേശു കൽപ്പിച്ചപ്പോൾ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളത് ആരാണ് കണ്ടുപിടിച്ചത്? അന്ത്രയാസ്. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ആൻസി എസ് പി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന വലിപ്പമേറിയ വെളിച്ചം എന്താണ്? സൂര്യൻ. 5 മാർക്സ് ഫോർ എലിസബത്ത് അമ്പാൻ. റൈറ്റ്. The next question is to Binu Alex, Pastor. വൾഗേറ്റ് എന്ന ബൈബിളിന്റെ ലത്തീൻ പരിഭാഷ നടത്തിയത് ആരാണ്? പാസ്റ്റർ ബിനു അലക്സിന്റെ ചോദ്യം. ആൻസി? സെന്റ് ജെറോം. മറുപടി ശരിയാണ്. 4 മാർക്സ് ഫോർ ആൻസി. റൈറ്റ്. So here we come to the Christian focus round. That's the end of it, and will you please announce the marks? Pastor Binu Alex nil. Pastor Binu Alex nil. Mrs. Ansi 9. Mrs. Ansi 9. Mrs. Elizabeth Amban 5. Mrs. Elizabeth Amban 5. Right. Next is the Bible bumper round. Five marks for the first question. നമ്മൾ ഇതിനകത്ത് ഒരു ക്ലൂ പറഞ്ഞു തന്നാൽ, നമുക്കറിയാവുന്ന രൂപം വന്നാൽ ആദ്യമേ പ്രസ് ചെയ്താൽ നമുക്കൊരു അവസരം കിട്ടും. കിട്ടിയാലൊരാന പോയാലൊരു വാക്ക്, 1 5 അല്ലെങ്കിൽ -1. റൈറ്റ്. സോ സ്റ്റാർട്ട് ചെയ്യട്ടെ. റൈറ്റ്. റോമൻ സൈന്യത്തിലെ ഇത്താലിക എന്ന സൈനിക വിഭാഗത്തിലെ ദൈവഭയത്തോടും ഭക്തിയോടും പ്രവർത്തിച്ചിരുന്ന ശതാധിപന്റെ പേരെന്ത്? കൊർന്നേലിയോസ്. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ബിനു അലക്സ്. റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം. അവനുണ്ടായ ദർശനത്തിൽ അവന്റെ എന്തു പ്രവൃത്തികളാണ് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു? പറയൂ. ദൈവഭക്തിയും ജനങ്ങളോടുള്ള അവരുടെ കരുണാർദ്രമായ പ്രവർത്തനവും യഹൂദന്മാരോടുള്ള കരുതലും എല്ലാം ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. -1 മാർക്ക് ഫോർ ആൻസി. Anybody else? പ്രാർത്ഥനയും ധർമ്മവും. Yes. പ്രാർത്ഥനയും ധർമ്മവുമാണ്. വളരെ വ്യക്തമായിട്ട് 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു. അവന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവം മുൻപാകെ എത്തിയിരിക്കുന്നു. സോ 4 മാർക്സ് ഫോർ പാസ്റ്റർ ബിനു അലക്സ്. Alright? Will you please give the marks for the Bible bumper round? Pastor Binu Alex gets 9 marks. Pastor Binu Alex gets 9 marks. Mrs. Ansi -1. Mrs. Ansi -1. Mrs. Elizabeth Amban nil. Mrs. Elizabeth Amban nil. അടുത്തതായിട്ടുള്ളത് നമ്മുടെ പ്രൈസ് റൗണ്ടാണ്. Maximum time limit is 5 minutes +1 bonus, and minimum time is 3 minutes. Right? പാട്ട് ഏത് ഭാഷയിലുമാകാം, 2 ഭാഷയിലാകാം. അതൊക്കെ അവരവരുടേതായിട്ട് ഔചിത്യമാണ്. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് പ്രാധാന്യമേറിയ കാര്യം. 5 മാർക്കാണ് ഓരോ മത്സരാർത്ഥിക്കും നൽകപ്പെടുന്നത്. യെസ്, വി സ്റ്റാർട്ട് വിത്ത് പാസ്റ്റർ ബിനു അലക്സ്. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. You are my strength when I am weak. You are the treasure that I seek. You are my all in all. Seeking you as a precious jewel, Lord, to give out but be a fool. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God,
worthy is your name. Taking my sin, my cross, my shame, rising again, I fear need. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും അങ്ങ് മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിൽ ആകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും അങ്ങ് മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടൻ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും അങ്ങ് മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. അടുത്തായിട്ട് ആൻസി. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്തനാഥ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ രോഗം എല്ലാം നീക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി.
കൊല്ലപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ രോഗം എല്ലാം നീക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്തനാഥ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. താങ്ക് യു ആൻസി. അടുത്തതായിട്ട് എലിസബത്ത് തമ്പാനാണ്. ഞാൻ അത്ര വലിയൊരു പാട്ടുകാരിയൊന്നുമല്ല, എങ്കിലും പാട്ട് എൻജോയ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് കഴിയും. എങ്കിലും ഇവിടുത്തെ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പാടാമെന്ന് ആഗ്രഹിക്കുന്നു. അനുഗ്രഹീത പാട്ടുകാരൻ ചാൾസ് ജോൺ എഴുതിയ പാട്ടിൻ്റെ 2 സ്റ്റാൻസ പാടാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നു ആനന്ദമുണ്ടെനിക്ക്.
എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നു ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകന്താ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകന്താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. താങ്ക് യു. അനുഗ്രഹീത ഗായകനും ഗാനരചയിതാവുമാണ് ചാൾസ് ജോൺ. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അധിക കലശലായ രോഗത്തിൻ്റെ നടുവിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കുഞ്ഞിന് ദൈവം ആ രാത്രിയിൽ ആശ്വാസം കൊടുത്തു. അപ്പോൾ ആ ദൈവകൃപയിൽ ആശ്രയിച്ച് അദ്ദേഹം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇത് എഴുതിയതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് 2 സ്റ്റാൻസ പാടാം. എലിസബത്ത് തമ്പാൻ പാടാത്ത സ്റ്റാൻസ പാടാം. മനോവേദന പരശോധന മമ ജീവിത പാതയതിൽ. മനോവേദന പരശോധന മമ ജീവിത പാതയതിൽ. മാറേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. Praise the Lord. Right. Now, marks ആണ്. Pastor Binu Alex gets 4 marks. രണ്ടാമത് ആൻസി SP gets 3.5 marks. And Elizabeth Thamban gets 3 marks. Pastor Binu Alex gets 4 marks, 4 മാർക്ക്.
ആൻസി എസ് പിക്ക് 3.5 മാർക്ക്, എലിസബത്ത് തമ്പാന് 3 മാർക്ക്. അതോടുകൂടി പ്രൈസ് റൗണ്ട് പൂർണ്ണമാകുന്നു. ഇനി നമ്മുടെ ഫൈനൽ മാർക്സിലേക്ക് പോകാം. സോ പ്ലീസ് അനൗൺസ് ദ മാർക്സ്. First prize goes to Pastor Binu Alex, First prize goes to Pastor Binu Alex, 25 marks. 25 marks. And the second prize to Mrs. Elizabeth Tamban, Second prize goes to Miss Elizabeth Tamban, 18 marks. 18 marks. And Mrs. Ansi, 16.5. Miss Ansi, 16.5. So that's a very good show. Pastor Binu Alex gets automatically into the next stage. Elizabeth Tamban also അടുത്ത സ്റ്റേജിലേക്ക് തയ്യാറാകുക. ആൻസിക്കും അടുത്ത സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കിൻ്റെ വ്യത്യാസം വളരെ കുറവാണ്. അപ്പോൾ കോൺസലേഷൻ പ്രൈസസ് ലഭിക്കുന്ന മാർക്കുകളിൽ ഏറ്റവും ഉയർന്ന മാർക്കാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. ഓൾ റൈറ്റ്, ഓൾ ദ ബെസ്റ്റ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും ദൈവവചനത്തിൻ്റെ മഹത്വവും മഹിമയും അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾക്ക് ദൈവം മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.